നമസ്തേ. ഇന്ന് നമ്മൾ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ലിമിറ്റ് എന്താണെന്ന് ടീച്ചർ ജിയോജിബ്രയുടെ സഹായത്തോടുകൂടി വളരെ വ്യക്തമായിട്ട് ഒരു ഫംഗ്ഷന് ലിമിറ്റ് അറ്റ് എ പോയിന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ക്ലിയറായി കാണുമല്ലോ. ഇന്ന് നമ്മൾ അതിന് ലിമിറ്റിന്, അതായത് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സും കുറേ റിസൾട്ടുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ടുകളുടെയൊക്കെ പ്രൂഫ് ടീച്ചർ ജിയോജിബ്രയിൽ ക്ലിയർ ചെയ്ത് തരും. ആ റിസൾട്ടിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതുള്ള കുറച്ച് ലിമിറ്റിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ലിമിറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസും കുറച്ച് റിസൾട്ടുകളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് വലിയ കാര്യമൊന്നുമില്ല, ഇത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. എന്താണ് ആൾജിബ്ര എന്ന് പറഞ്ഞാൽ രണ്ട് ഫങ്ഷൻസിൻ്റെ ലിമിറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സപ്പോസ് ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു ഫങ്ഷൻസ് സച്ച് ദാറ്റ് ബോത്ത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി എക്സ് എക്സിസ്റ്റ്. അപ്പോൾ എഫും ജിയും രണ്ട് ഫങ്ഷൻസാണ്. ആ രണ്ട് ഫങ്ഷനും എ എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ ഓരോ ഫങ്ഷൻ്റെയും എയിൽ ഈക്വലാണ്. അതുകൊണ്ട് രണ്ടിനും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ആ രണ്ട് ഫങ്ഷൻ്റെ സം, അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഓരോ ഫങ്ഷൻ്റെയും ലിമിറ്റ് നമ്മൾ സെപ്പറേറ്റ് കാണുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ സം ഫങ്ഷനാണ്. സം ഫങ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ ഫങ്ഷൻ്റെയും ലിമിറ്റ് കണ്ടിട്ട് അതിൻ്റെ സമ്മാണ്. അതുപോലെ തന്നെ ഡിഫറൻസും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. രണ്ട് ഫങ്ഷൻ്റെ ഡിഫറൻസിൻ്റെ ലിമിറ്റ് ഓഫ് ദെയർ ഡിഫറൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. രണ്ട് ഫങ്ഷൻ്റെ ലിമിറ്റ് കണ്ട് കുറച്ചാൽ മതി. ഓക്കെ, അടുത്ത നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ഇൻറ്റു ജി എക്സ്. പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് അറ്റ് ദ പോയിൻ്റ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഓരോ ഫങ്ഷൻ്റെ ലിമിറ്റ് പ്രത്യേകം കണ്ട് ഗുണിച്ചാൽ മതി. അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ബൈ ജി എക്സ്. കോഷ്യൻ്റ് ആണ്. നമുക്കറിയാം കോഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് എന്ത് വരും? ജി എക്സ് നോട്ട് ഈക്വൽ ടു 0. അതിന് ഈക്വലാണ് എന്ത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. രണ്ട് ഫങ്ഷൻ്റെ ലിമിറ്റ് കണ്ടു നമ്മൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഒരു കോഷ്യൻറ്റിൻ്റെ ലിമിറ്റ് വേണമെങ്കിൽ എന്തായിരിക്കണം? ഈ ഫങ്ഷൻ്റെ ലിമിറ്റ് നമ്മൾ, അതായത് താഴെ ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊന്നും വലിയ പ്രശ്നമില്ല. എന്താണ്? ഗുണിക്കുക, രണ്ടെണ്ണം അങ്ങോട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യാം, സെപ്പറേറ്റ് സബ്ട്രാക്റ്റ് ചെയ്യാം, മൾട്ടിപ്ലൈ, ഇവിടെ ഒന്നും പ്രശ്നമില്ല, അതെല്ലാം ഓക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഫങ്ഷൻ്റെ ലിമിറ്റ് എന്താകാൻ പാടില്ല? ഒരിക്കലും 0 ആകാൻ പാടില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത എന്താണെന്ന് നോക്കിയേ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ലാംഡ ഇൻറ്റു എഫ് എക്സ്. ലാംഡ ഈസ് എ റിയൽ നമ്പർ. ലാംഡ എലമെൻ്റ് ഓഫ് ദാറ്റ് ഈസ് ലാംഡ റിയൽ നമ്പർ ആണ്. അതിനെ ഒരു ഫങ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് കാണുന്നു. അതിന് ഈക്വലാണ് എന്ത്? ലാംഡ ഇൻറ്റു, അതായത് ആ ഫങ്ഷൻ്റെ ലിമിറ്റ് കണ്ടിട്ട് അതിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ രണ്ട് ലിമിറ്റ് സബ്ട്രാക്റ്റ് ചെയ്യാം, ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. വേറൊരു നമ്പർ കൊണ്ട്, ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് നമുക്ക് ആ ലിമിറ്റിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ കോഷ്യൻ്റ് കാണുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചൊക്കെ കുറച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്യണം ഇനി.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1. നമ്മൾ ആ ജിയോജബ്രയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു എന്താണ് ആ ടെൻസ് ടു എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? ഈ എക്സിന് പകരം നമുക്ക് ലിമിറ്റ് കാണാൻ ഈ എക്സിന് പകരം എക്സ് എന്തിലോട്ടാണ് പോകുന്നത്? 1ലോട്ടല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് വരെ ഈ വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും എന്ന് പറ. എക്സിന് പകരം എന്ത് കൊടുക്കണം? 1. അപ്പോൾ എന്ത് വരും? ഇത് നമ്മളിപ്പോൾ ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് പഠിച്ചില്ലേ? അതായത് സമ്മോ ഡിഫറൻസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാമെന്ന്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓരോന്നിനും നമ്മൾ ഈ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ്, അപ്പോൾ എന്ത് വരും? 1 ക്യൂബ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 1. എക്സിന് പകരം എല്ലാം 1 കൊടുത്തു. 1 ക്യൂബ് 1, ഇവിടെയും 1. അപ്പോൾ 1 മൈനസ് 1 0. നമുക്ക് ആൻസർ എത്ര കിട്ടി? 1. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 100. ഇവിടെ ഒരു കോഷ്യൻ്റാണ്. കോഷ്യൻ്റാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ എക്സിന് 1 കൊടുത്തേ. എക്സിന് 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 1 പ്ലസ് 100. ഓക്കെ. 1 സ്ക്വയർ 1, 1 പ്ലസ് 1 2. അപ്പോൾ 2 ബൈ 101. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1. ഇവിടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടു പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ ഫംഗ്ഷനും കൊടുത്ത് പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ എക്സിന് 3 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? എക്സിന് 3 കൊടുക്കുമ്പോൾ ലിമിറ്റ് കാണാൻ പറഞ്ഞാൽ ഈ വാല്യൂ ഇതിന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 3 3 കൊടുത്തേ. അപ്പോൾ 3 ഇൻറ്റു 3 പ്ലസ് 1, 3 ഇൻറ്റു 3 പ്ലസ് 1. അപ്പോൾ 3 പ്ലസ് 1 4, 4 ഇൻറ്റു 3 12. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എക്സ് മൈനസ് 22 ബൈ 7 വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് എന്ത് വാല്യൂ കൊടുക്കണം? പൈ. പൈ മൈനസ് 22 ബൈ 7 ഈക്വൽ ടു പൈയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? 22 ബൈ 7 ആണ്. ഓക്കെ. അപ്പോൾ ഇതെന്താ? രണ്ടും ഈക്വൽ ആണ്. സോ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? 0. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 1 എക്സ് റൈസ് ടു 10 പ്ലസ് എക്സ് റൈസ് ടു 5 പ്ലസ് 1. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിന് -1 ആണ്. അപ്പോൾ എന്ത് വരും? -1 റൈസ് ടു 10 പ്ലസ് -1 റൈസ് ടു 5 പ്ലസ് 1 ബൈ -1 ഇപ്പോൾ എക്സിന് -1 കൊടുത്തു. -1ൻ്റെ പവർ, അതായത് ഈവൻ പവർ വന്നാൽ എപ്പോഴും പോസിറ്റീവ്, ഓഡ് പവർ വന്നാൽ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 -1 പ്ലസ് 1 ബൈ -2. ഈ 1ഉം -1ഉം ക്യാൻസലായി. അപ്പോൾ 1 ബൈ -2 ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു -1/2. ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്തപ്പോൾ കോഷ്യൻ ഫംഗ്ഷൻ വന്നെങ്കിലും ഡിനോമിനേറ്റർ ഒന്നും നമ്മളെ കുഴപ്പം ചെയ്തില്ല. ഡിനോമിനേറ്റർ ഒന്നും 0 കിട്ടിയില്ല. ഇനി നമുക്ക് ഡിനോമിനേറ്റർ 0 വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ആണ്. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ. 1 മൈനസ് 1, 1 മൈനസ് 1 0, ഇവിടെ 1 മൈനസ് 1 0. അപ്പോൾ 0/0 വന്നു. നമ്മൾ എന്താ പഠിച്ചത്? മുകളിൽ വേണേൽ 0 വരാം, പക്ഷെ താഴെ എന്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞു? ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഈ ഡിനോമിനേറ്ററിൽ 0 കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമുക്ക് നോക്കണം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നൊരു ഫംഗ്ഷൻ x² - 4 ബൈ എക്സ് മൈനസ് 2 ഇല്ലേ? അവിടെയും നമുക്ക് അവിടെ എന്തോ ഒരു ഡിനോമിനേറ്റർ 2 ഇട്ടാൽ ആ വാല്യൂ 0 ആയി പോകും. അപ്പോൾ അവിടെ നമ്മൾ ആ 2 കളഞ്ഞില്ലേ ആ ഡൊമൈനിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ ഈ ഡിനോമിനേറ്ററിൽ 0 കളയാൻ പറ്റുമോ? അവിടെ നമുക്ക് x-2 ക്യാൻസലായി പോയില്ലായിരുന്നോ? അതുപോലെ ഇവിടെയും നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഈ ഡിനോമിനേറ്റർ 0 ആക്കുന്ന ഫാക്ടർ കളയാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂമറേറ്റർ എന്താണ്? x³ -1 അല്ലേ? താഴെ x -1 അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേക്കാം, ന്യൂമറേറ്ററിനെ നമുക്ക് എങ്ങനെ മാറ്റാം?
ന്യൂമറേറ്റർ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം ആക്കിക്കൂടെ? എക്സ് ക്യൂബ് മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലാക്കാം. എന്താണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു, ഇതൊക്കെ മറന്നു പോയവരുണ്ടെങ്കിൽ എഴുതി വെച്ചിരിക്കണം. ടീച്ചർ ഈ പ്രോബ്ലത്തിന് വേണ്ടി എഴുതിയിട്ട് ഇതങ്ങ് തുടച്ചു കളയും. അപ്പോൾ അത് ഓർമ്മയില്ലാത്തവർ എഴുതി വെച്ചോണം. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെങ്കിലോ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു ഇതെന്തായി വരും? അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് ആകും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു ഇവിടെ മൈനസായി, ബാക്കിയൊക്കെ സെയിം. അപ്പോൾ ഇത് ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോണം. അപ്പോൾ ഇതിന് നമുക്ക് ഏത് ഫോമിലോട്ട് മാറ്റാം? ഈ ന്യൂമറേറ്റർ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇതിനെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് സങ്കല്പിച്ച് നമ്മളതിനെ ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു ഇതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് എ ബി ദാറ്റ് ഈസ് പ്ലസ് 6 പ്ലസ് 1. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഈ മേളിലും താഴെ എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ അല്ലേ? അത് ക്യാൻസലായി. ബാക്കി നമുക്ക് എന്തേ ഉള്ളു? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഉള്ളു. അപ്പോൾ ഈ ഫാക്ടർ നമുക്കങ്ങ് പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ക്യാൻസലായി പോയി. ഇനി ഈ എക്സിന് പകരം നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം? 1 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ 0 വന്നാൽ ഫാക്ടറൈസ് ചെയ്തോ മറ്റോ ആ ഫാക്ടർ കളയാൻ നോക്കണം. അത് കളഞ്ഞപ്പോൾ നമുക്ക് പ്രശ്നമില്ലാതെ ഒരു ആൻസർ കിട്ടി. ആൻസർ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12 ബൈ എക്സ് മൈനസ് 3. നമുക്ക് ഈ എക്സിന് 3 അല്ലേ വാല്യൂ കൊടുത്തേ? 3 സ്ക്വയർ മൈനസ് ഇവിടെ 7 × 3 21 പ്ലസ് 12 ബൈ 3 മൈനസ് 3. ഇവിടെ നോക്കിയേ, 12 9 21, 21 മൈനസ് 21 0 ബൈ 0. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 0 ബൈ 0 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 0 ബൈ 0 കിട്ടിയാൽ ഈ ഡിനോമിനേറ്റർ 0 ആക്കുന്ന ഫാക്ടർ കളയാൻ നോക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്ററിനകത്ത് ഈ ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം. ഇതിനെന്ന് ഫാക്ടറൈസ് ചെയ്തേ. ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത്? ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ ഈ 12 പ്രോഡക്റ്റ് 12ഉം സം മൈനസ് 7ഉം വരുന്ന നമ്പേഴ്സ്. പ്രോഡക്റ്റ് 12 സം മൈനസ് 7 ഏതൊക്കെ വരും? ഏതൊക്കെ നമ്പേഴ്സ് വരും? നോക്കിയേ, 4 × 3 12 അല്ലേ? എന്നിട്ട് -4 -3 ഇട്ടാലോ? -4 -3 ഇട്ടാൽ അത് ആഡ് ചെയ്താൽ -7. സം -7ഉം പ്രോഡക്റ്റ് 12ഉം വരുന്ന രണ്ട് വാല്യൂസ് ആണ് -4ഉം -3ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ ന്യൂമറേറ്ററിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് വരും? -4ഉം -3ഉം ഫാക്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ ന്യൂമറേറ്ററിനെ നമുക്ക് എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം ബൈ എക്സ് മൈനസ് 3. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി? എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 3. നോക്കിയേ, ഈ എക്സ് മൈനസ് 3 ക്യാൻസലായിപ്പോയി. ഇപ്പോൾ എന്ത് മാത്രമായി? എക്സ് മൈനസ് 4 മാത്രമായി. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആക്കുന്ന ഫാക്ടർ നമുക്ക് പോയി കിട്ടി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാമല്ലോ. ഇനി എക്സിന് പകരം 3 കൊടുത്തേ. അപ്പോൾ എന്ത് വരും? 3 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 3 - 4 എന്ത് വരും? -1. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ പോളിനോമിയൽ സ്കൂളിൽ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ? ആ രീതിയിൽ ഡിവൈഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ വാല്യൂ അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, അതിന് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x cube minus 2x square by x square minus 5x plus 6. ഈ വാല്യൂ ഇട്ട് നോക്കിയേ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 മൈനസ് 2 സ്ക്വയർ 4 ഇൻറ്റു 2 8 ബൈ ഇവിടെ 4 പ്ലസ് 6 10 5 ഇൻറ്റു 2 10. ഇവിടെയും നമുക്ക് എന്ത് വന്നു? 0. ഇവിടെയും 0/0 കിട്ടി. അപ്പോൾ 0/0 കിട്ടിയപ്പോൾ നമ്മുടെ ജോലി എന്താണ്? ഈ 0/0 ഡിനോമിനേറ്ററിൽ വരുന്നത് കളയാനായിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടി നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് വന്നു? 0/0 വന്നു. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇതിനെ എങ്ങനെ മാറ്റാം? ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാമെന്ന് നോക്കിയേ. ഒരു എക്സ് സ്ക്വയർ കോമൺ എടുത്തൂടെ? ഇവിടുന്ന് ഒരു എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ ബാക്കി എക്സ് മൈനസ് 2. അപ്പം മിക്കവാറും താഴെ ഒരു എക്സ് മൈനസ് 2 വരുമ്പോൾ ഇത് ക്യാൻസൽ ആകുമായിരിക്കാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് പ്രോഡക്റ്റ് 6 വരണം, സം -5 വരണം. പ്രോഡക്റ്റ് 6ഉം സം -5ഉം കൂട്ടിയാൽ -5 ഗുണിച്ചാൽ 6. ഏതൊക്കെ നമ്പേഴ്സ്? 3 2 6, 3 2 5. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഇവിടെ പ്ലസ് അല്ലേ വരണം, ഇത് മൈനസ് അല്ലേ? അപ്പോൾ ഇത് -5 കിട്ടുന്നത് എങ്ങനെയാണ്? -3 -2 -3 കൂടെ കൂട്ടിയാലാണ് -5. ഇവ തങ്ങളിൽ ഗുണിച്ചാലാണ് 6. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ? ഡിനോമിനേറ്ററിനെ x-3 ഇൻറ്റു x-2. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിനെ നമുക്ക് x-3 ഇൻറ്റു x-2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ കോമൺ എടുത്തു, ബാക്കി x-2 കിട്ടി. ഇവിടെ നമ്മൾ x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ ഫാക്ടറൈസ് ചെയ്തു. അപ്പോൾ അതിന് എന്ത് കിട്ടി? ഫാക്ടറൈസ് ചെയ്തപ്പോൾ x-3 ഇൻറ്റു x-2. നോക്കിയേ, നമ്മുടെ x-2 ക്യാൻസലായി. ഓക്കെ, അപ്പോൾ 0 വരുന്ന പ്രശ്നം അങ്ങ് പോയി. ഇവിടെ 2 അല്ലേ? ഇനി വാല്യൂ കൊടുത്തേ. ഇനി 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 സ്ക്വയർ ബൈ 2 മൈനസ് 3. 2 minus 3 minus 1, that is which is equal to -4. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ബൈ x സ്ക്വയർ മൈനസ് 4. എക്സിന് 2 ആണ്, വാല്യൂ ഇട്ട് കൊടുത്തേ. 8 മൈനസ് ഇവിടെ 16 പ്ലസ് 8 ബൈ 4 മൈനസ് 4. നോക്കി, 8 8 16. ഇവിടെയും 0/0 വന്നു. അപ്പോൾ 0/0 നമ്മളിതിനെ മാറ്റാൻ നോക്കണം. എങ്ങനെ മാറ്റാം ഒന്ന് നോക്കിയേ. ന്യൂമറേറ്ററിൽ നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് കോമൺ എടുക്കാൻ പറ്റും? എല്ലാ ടൈമിൽ നിന്ന് ഒരു എക്സ് കോമൺ എടുത്തൂടെ? അപ്പോൾ എല്ലാ ടൈമിൽ നിന്ന് ഒരു എക്സ് കോമൺ എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇവിടുന്ന് എക്സ് കോമൺ എടുത്താൽ ബാക്കി എക്സ് സ്ക്വയർ, ഇവിടുന്ന് ഒരു എക്സ് പോയാൽ ബാക്കി -4x, ഇവിടുന്ന് ഒരു എക്സ് പോയാൽ ബാക്കി +4 ബൈ. ഇനി ഇവിടെയോ? ഇതിന് നമ്മൾ ഫസ്റ്റിൽ ഇന്ന് ചെയ്തില്ലേ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതേ കാര്യം തന്നെയല്ലേ ഇവിടെ x സ്ക്വയർ -4. അപ്പോൾ ഇതിന് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? x+2 ഇൻറ്റു x-2, a+b ഇൻറ്റു a-b. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് x+2 ഇൻറ്റു x-2 എന്ന് എഴുതാം. which is equal to limit x tends to 2 x ഇൻറ്റു ഇതെന്താണെന്ന് നോക്കിയേ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 2 കൊടുക്കുമ്പോൾ 2 - 2 0. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇവിടുന്ന് കട്ടായി പോകണം. അപ്പോൾ അതിനുള്ള കാര്യമാണ് മുകളിൽ കിട്ടേണ്ടത്. ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്താണ്? ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പാൻഷനാണ്? ഇത് x-2 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. ദാറ്റ് ഈസ് x-2 ദ ഹോൾ സ്ക്വയർ ബൈ x+2 ഇൻറ്റു x-2. ഓക്കെ, അപ്പോൾ മുകളിലത്തെ ഒരു x-2 താഴത്തെ ഒരു x-2 ക്യാൻസലായി. ഇനി ബാക്കി മുകളിൽ എന്തുണ്ട്? ഒരു എക്സ് ഉണ്ട്, x-2 ഉണ്ട്, താഴെ x+2 ഉണ്ട്. ഇനി ഈ വാല്യൂ കൊടുത്ത് നോക്കി. എക്സിന് 2 കൊടുത്താൽ 2 ഇൻറ്റു
ഇവിടെ 2 എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഒരു എക്സ് മൈനസ് 2 ക്യാൻസൽ ആയുള്ളൂ. അപ്പോൾ ഇനി ഒരു എക്സ് മൈനസ് 2 ഉണ്ട്. അപ്പോൾ 2 മൈനസ് 2 0/4. അപ്പോൾ 0/4 ആണ് ആൻസർ. മുകളിൽ 0 എന്ന് നമുക്കൊരു പ്രശ്നം, ഒരു ഡിനോമിനേറ്റർ 4 ഉണ്ട്. അപ്പോൾ 0/4 എന്നാൽ എത്ര വരും? 0/4 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി 4/0 എന്ന് വന്നാലും പ്രശ്നമൊന്നുമില്ല. 4/0 വന്നാലും നോട്ട് ഡിഫൈൻഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷെ 0/0 എന്ന് വന്നാൽ നമുക്കൊന്നും എഴുതാൻ പറ്റത്തില്ല. 4/0 എന്ന് മാത്രം വന്നാൽ വേണേൽ നോട്ട് ഡിഫൈൻഡ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ 0 വന്നാൽ ആ 0 ആക്കുന്ന ഫാക്ടർ കളയാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഫാക്ടർ കളഞ്ഞിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത സെറ്റ് പ്രോബ്ലം ചെയ്യണമെങ്കിൽ കുറേ റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് റിസൾട്ട്, ഫോർ എനി റാഷണൽ നമ്പർ n ലിമിറ്റ് x ടെൻസ് ടു a x റേസ് ടു n മൈനസ് a റേസ് ടു n ബൈ x മൈനസ് a. നോക്കി, ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ a റേസ് ടു n മൈനസ് a റേസ് ടു n, ഇവിടെ a മൈനസ് a 0/0 ആകും. നമ്മൾ ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ലിമിറ്റ് x ടെൻസ് ടു 1 x³ മൈനസ് 1/x മൈനസ് 1 എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ x³ മൈനസ് 1 നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ആ ഡിനോമിനേറ്റർ 0 ആക്കുന്ന ഫാക്ടർ ക്യാൻസൽ ചെയ്ത് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക്. ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല, പിന്നെ ടീച്ചർ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ x റേസ് ടു n മൈനസ് a റേസ് ടു n-നെ x മൈനസ് a ഇൻറ്റു എന്ന് പറഞ്ഞ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഈ x മൈനസ് a ക്യാൻസൽ ആയിപ്പോവും. എന്നിട്ട് നമുക്ക് x റേസ് ടു n മൈനസ് 1 n ടൈംസ് വരും. അവിടെ നമുക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ എക്സിന് a കൊടുക്കുമ്പോഴത്തേക്ക് n ഇൻറ്റു a റേസ് ടു n മൈനസ് 1. നിങ്ങൾക്ക് പ്രൂഫ് ആവശ്യമില്ല, ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വയ്ക്കുക. എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1, where n is any rational number. അപ്പോൾ ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ വേറൊരു റിസൾട്ടും കൂടെ നമുക്കൊന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ x³ മൈനസ് 1/x മൈനസ് 1 ചെയ്തപ്പോൾ നമുക്ക് 3 എന്നല്ലേ ആൻസർ കിട്ടിയത്? അതായത് x³ ഇതേ ക്വസ്റ്റ്യൻ ഈ n-ന് പകരം 3 ഇട്ടപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് ചെയ്തിരുന്നു, ആൻസർ 3 കിട്ടി. അതുപോലെ ഈ n-ന് ഏത് വാല്യൂ ആണോ x ടെൻസ് ടു 1 ആണെങ്കിൽ അതായിരിക്കും ആൻസർ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 1 ആണെങ്കിലാണേ, x ടെൻസ് ടു 1 ആണെങ്കിൽ x റേസ് ടു n മൈനസ് 1/x മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ n ആയിരിക്കും അവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത റിസൾട്ട് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ x. നോക്കിയാൽ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ sin 0 0 അപ്പോൾ 0/0 വരും. പക്ഷേ ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അത് ടീച്ചർ ഈ റിസൾട്ട് എല്ലാം ഒന്ന് പറഞ്ഞിട്ട് ജിയോജിബ്രയിൽ ഇതിൻ്റെ പ്രൂഫ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് തിരിച്ചിട്ടാലും ലിമിറ്റ് x ടെൻസ് ടു 0 x ബൈ സൈൻ എക്സ്, നമ്മൾ ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് വെച്ച് നമുക്കിതിനെ 1/, ഇട്ട് എഴുതാം. അപ്പം ലിമിറ്റ് x ടെൻസ് ടു 0 x ബൈ സൈൻ എക്സ് ആണെങ്കിലും 1. അതുപോലെ 1/sin x നമുക്കറിയാം എന്താണ്? 1/sin x കൊസീക് എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 x കൊസീക് എക്സും 1 എന്ന് പറയാം. മെയിനായിട്ട് ഈ റിസൾട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടുന്നത്. അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ടീച്ചർ 2 റിസൾട്ടും കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ റിസൾട്ട് എന്താണ്? ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി മൂന്നാമത്തെ റിസൾട്ട് ഒന്ന് നോക്കിയേ, അത് ഇതുപോലെ തന്നെ. ലിമിറ്റ് x ടെൻസ് ടു 0 tan x ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇത് തിരിച്ചിട്ടാലും ലിമിറ്റ് x ടെൻസ് ടു 0 x ബൈ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി 1/tan എന്ന് പറഞ്ഞാൽ കോട്ടല്ലേ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ലിമിറ്റ് x ടെൻസ് ടു 0 x കോട്ട് എക്സ് എന്ന് 1 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ ടാൻ എക്സിന് നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് ഇട്ടുകൂടെ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് കോസ് എക്സ് കൊസീക് എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് കോസും കൂടെ വരും, പിന്നെ 1/sin നമുക്ക് കൊസീക്ക്. ഇതൊക്കെ ഇതിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ അറിഞ്ഞിരുന്നാൽ നല്ലത്. അപ്പോൾ ഈ റിസൾട്ടാണ് ഓർത്തിരിക്കേണ്ടത്. ഏതാണ്? ലിമിറ്റ് x ടെൻസ് ടു 0 tan x ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. അടുത്ത റിസൾട്ട് ലിമിറ്റ് x ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ്
അതിൻ്റെ വാല്യൂ 0 നോക്കി. നമ്മൾ കുറേ റിസൾട്ട് ഇവിടെ പഠിക്കുന്നെങ്കിൽ ഈ ഒരെണ്ണത്തിന് മാത്രമേ ആണ് 0 ആണ് ആൻസർ, മറന്നു പോകല്ലേ. നോക്കി ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ cos 0 1 ആണ്. അപ്പോൾ 1 - 1 0, 0/0 വരും. പക്ഷേ ലിമിറ്റ് x ടെൻസ് ടു 0 1 - cos x/xൻ്റെ വാല്യൂ 0, മറന്നു പോകൽ, ഇത് മാത്രം 0. ഇതിൻ്റെ എല്ലാം പ്രൂഫ് ടീച്ചർ ഇപ്പം ജിയോജിബ്രയിൽ കാണിച്ചു തരും. ഇനി അടുത്ത റിസൾട്ട് നോക്കിയേ. ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x - 1/x. ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. e⁻0 1, 1 - 1 0/0. പക്ഷേ ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x - 1/x = 1 ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത റിസൾട്ട് ലിമിറ്റ് x ടെൻസ് ടു 0 log 1 + x/x. log 1 0 ആണ്. അപ്പോൾ x 0 ആയാൽ 0/0 വരും. പക്ഷേ അതല്ല, ലിമിറ്റ് x ടെൻസ് ടു 0 log 1 + x/x = 1. അപ്പോൾ ഇത്രയും റിസൾട്ട്, ഒരു 6 റിസൾട്ട്, മെയിനായിട്ടുള്ള ഈ ഒരു 6 റിസൾട്ട് നിങ്ങൾ പഠിക്കുക. ഇത് അതിൻ്റെ കൺവേർട്ട് ചെയ്ത രൂപമാണ്. അപ്പോൾ ഈ 6 റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് അടുത്ത സെറ്റ് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കും. ഇതിൻ്റെ പ്രൂഫ് ടീച്ചർ ജിയോജിബ്രയിൽ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ ജിയോജിബ്രയിൽ അതും കൂടെ പ്രൂഫും കൂടെ കാണിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനി അടുത്തത് നിങ്ങൾ മിസ് ചെയ്യരുത്. അടുത്തെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ റിസൾട്ട് യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത സെക്ഷനിൽ ചെയ്യുന്നത്. നമ്മൾ മൂന്നാമത്തെ പാർട്ടായിട്ട് ഫുൾ പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, sin x/x എന്നുള്ളൊരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു 0 sin x/x ആണ് കാണേണ്ടുന്നത് ഇല്ലേ. അതിനോട് നമ്മൾ x ടെൻസ് ടു 0 അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത പോലെ x ടെൻസ് ടു 0 കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 0 കൊണ്ടുവരണം. അപ്പം നമുക്ക് അതുപോലെ ഒന്ന് നോക്കാം. എക്സിൻ്റെ വാല്യൂ അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ എ വാല്യൂ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് വാല്യൂയും ഇതാ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ എയിലെ ഈ എക്സ് വാല്യൂ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 0 അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് 0 അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ആ എയുടെ ആ വാല്യൂ നമുക്ക് ആ ആൾജിബ്രൈക്കൽ വ്യൂവിലോ ഗ്രാഫിക്കൽ വ്യൂവിലോ നിങ്ങൾക്ക് കാണാം. നോക്കി, ആ എക്സ് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ 0 അപ്രോച്ച് ചെയ്യും തോറും ആ എഫ്(x)ൻ്റെ വാല്യൂ എന്തിനോട്ട് പോകുന്നു നോക്കേ, കണ്ടോ, 1 പോയത് അല്ലേ. എക്സ് 0 നമ്മൾ അപ്രോച്ച് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 1 പോയി. ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് നോക്കാം. അപ്പോൾ റൈറ്റിൽ നിന്ന് നമുക്ക് 0 എക്സിൻ്റെ വാല്യൂ കൊണ്ടുവരാം. അപ്പോൾ നോക്കിയേ 0യുടെ വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കിയേ കൂടി നമ്മുടെ എക്സ് 0 അടുക്കും തോറും ഫംഗ്ഷൻ എന്തിലോട്ട് വരുന്നു എന്ന് നോക്കിയേ, 0 അടുക്കും തോറും ഫംഗ്ഷൻ്റെ വാല്യൂ 1 വരുന്നു, കണ്ടോ. ഓക്കെ, അപ്പം നോക്കി ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ 1 വന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ. therefore നമുക്ക് എന്ത് പറയാം, ലിമിറ്റ് x ടെൻസ് 0 sin x/x = 1. അപ്പോൾ 0/0 ആണെങ്കിൽ നിങ്ങൾ ഗ്രാഫിലൂടെ അതിനെ കണ്ടു, അതിൻ്റെ വാല്യൂ 0/0 അല്ല 1 ആണെന്ന്. ഓക്കെ, നമുക്കിനി അടുത്ത റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് നോക്കിയാൽ tan x/xൻ്റെ ഗ്രാഫാണ്. ഇവിടെ നമുക്ക് x ടെൻസ് 0 tan x/x ആണ് കാണേണ്ടുന്നത്. അതിൻ്റെ വാല്യൂ 1 ആണെന്നുള്ള റിസൾട്ടാണ് ടീച്ചർ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് 0 അപ്രോച്ച് ചെയ്ത് നോക്കാം. നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആൾജിബ്രൈക്കൽ വ്യൂവിൽ നോക്കിയേ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിലോട്ട് വരുന്നു നോക്കിയേ, ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്തു, കണ്ടോ. ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കാം. അപ്പോൾ റൈറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്തപ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കിയേ 1 അടുക്കുന്നു. ഓക്കെ, 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 അടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ എക്സ് ടെൻസ് ടു 0 1 വന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 tan x/x = 1. ഓക്കെ, നമുക്ക് അടുത്ത റിസൾട്ട് ഒന്ന് നോക്കാം. അടുത്ത റിസൾട്ട് നോക്കിയാൽ 1 - cos x/x ആണ്.
ഓക്കെ, ഫംഗ്ഷൻ 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ആണ്. ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 0 അപ്രോച്ച് ചെയ്യിക്കുന്നു. അപ്രോച്ച് ചെയ്യിക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ നിങ്ങളൊന്ന് നോക്കിയേ, ആ ഒരു ആൾജിബ്രയ്ക്ക് വാല്യൂ എന്തിലോട്ട് പോകുന്നു നോക്കിയേ. നമ്മൾ 0 അടുക്കും തോറും അതെന്തിലോട്ട് എടുക്കുന്നു? 0 അടുക്കുന്നു. 0 എന്താണ്? ഈ കാണിച്ച ഫംഗ്ഷനൊന്നും എവിടെ ഡിഫൈൻഡ് അല്ല. നോക്കി, ഇപ്പോൾ കാണിച്ച ഒരു ഫംഗ്ഷനും 0 ഡിഫൈൻഡ് അല്ല, ബൈ എക്സ് ആണ്. അപ്പോൾ ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് 0 ആവാൻ പറ്റില്ല. അപ്പോൾ നോക്കിയാൽ എക്സിന് എക്ക് 0 ആയപ്പോൾ, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 ആയപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും കൊണ്ടുവന്നപ്പോൾ, ഇപ്പം നോക്കി ലെഫ്റ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഫംഗ്ഷൻ 0 അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കാം. റൈറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോഴും നോക്കിയാൽ ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞ് ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞ് എന്തിലോട്ട് വരുന്നു എന്ന് നോക്കി. നോക്കിയേ ബിയും സിയും അങ്ങ് കോയിൻസൈഡ് ചെയ്യാൻ പോവുക. നോക്കി, ആ ബിയും സിയും കോയിൻസൈഡ് ചെയ്യാമെന്ന് വെച്ചാൽ 0 വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 0 ആണ്. ദെയർഫോർ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 0. അടുത്ത റിസൾട്ട് എന്തായിരുന്നു? അടുത്ത റിസൾട്ട് ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, എക്സ് 0 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അതാണ് ഒന്നും കാണാത്തത്. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് എക്സിലോട്ട് മൂവ് ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് ഫംഗ്ഷനെ നമുക്ക് 0 മൂവ് ചെയ്യിച്ചേ. അപ്പോൾ നോക്കിയാൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിലോട്ട് വരുന്നു നോക്ക്, ഫംഗ്ഷൻ്റെ വാല്യൂ 1 അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എത്രയാണ് ഇവിടെ? 1. ഓക്കെ, ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് നമുക്ക് 0 അപ്രോച്ച് ചെയ്യിക്കാം. റൈറ്റിൽ നിന്ന് എക്സ് 0 അപ്രോച്ച് ചെയ്തപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു നോക്ക് 1 അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും നോക്ക്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് എന്താണ് വരുന്നത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റും 1 ആണ് വരുന്നത്. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി അടുത്ത റിസൾട്ട് എന്താണ്? ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് ആണ് നമുക്ക് കാണേണ്ടുന്നത്. അപ്പോൾ ആ ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ലോഗ് അടിച്ചു കൊടുക്കുമ്പോൾ ജിയോജിബ്രയിൽ ഇങ്ങനെയാണ് IN എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ടെൻഡ്സ് 0 അല്ലേ കാണേണ്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും 0 അപ്രോച്ച് ചെയ്യിക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ തന്നെ റൈറ്റിൽ നിന്ന് ടീച്ചർ 0 അപ്രോച്ച് ചെയ്യിക്കുകയാണ്. അപ്പോൾ നോക്കി എയുടെ വാല്യൂ എന്തിലോട്ട് വരുന്നു എന്ന്. നമ്മൾ എക്സിൻ്റെ വാല്യൂ റൈറ്റിൽ നിന്ന് നമ്മൾ 0 ടെൻഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 അടുത്ത് വരുമല്ലേ? ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റിൽ നിന്ന് മൂവ് ചെയ്ത് നോക്കാം. നമുക്ക് 0 അതിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻഡ് അല്ല. നമ്മൾ ലെഫ്റ്റിൽ നിന്നും നമ്മൾ 0 നമ്മൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് ടെൻഡ്സ് ടു 0 മൈനസ് നമുക്ക് 0 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിനോട് അടുക്കുന്നു എന്ന് നോക്കി. എക്സ് ലെഫ്റ്റിൽ നിന്ന് 0 അടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1 അടുക്കുന്നു. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും 1 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റും 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 ലോഗ് 1 പ്ലസ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത്രയും റിസൾട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇന്ന് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.